വെള്ളം നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും വരുമെന്ന് തോന്നുന്നില്ല. സോ നമ്മൾ രാവിലെ തന്നെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കുകയാണ്. വെള്ളം വരാൻ പോവുകയാണ് ഗൈസ്. രാവിലെ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അതിനോട് വെള്ളം കൂടെ നേരത്ത് വീഴുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ തണുപ്പ്. ഇതെൻ്റെ പുക പോകുന്നതല്ല, തണുപ്പ് കാരണം വായിന്ന് വരുന്ന പുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര തണുപ്പ്. പക്ഷേ ലൈറ്റ് ഒരു രക്ഷയില്ല അല്ലേ. രാവിലെ ഈ ലൈറ്റ് ഇങ്ങനെ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വട്ട് പിടിക്കും. പച്ചപ്പും ഹരിതാപയും രാവിലത്തെ ഈ മഞ്ഞ ലൈറ്റും അതൊരു ഭയങ്കര വികാരമാണ് ഗൈസ്. അങ്ങനെ രാവിലത്തെ വെള്ളം കൊഴിച്ച് കഴിഞ്ഞു. കാര്യപരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വെർമസ് ടൂപ്പ് ആവണേന് അവരെ കഴിക്കാൻ അത് വെട്ടിയടിച്ചു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കുളിച്ച് ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഉടുത്ത് അമ്പലത്തിൽ പോകാൻ റെഡിയായി. ഇതാണ് നമ്മുടെ ഓവറോൾ ഔട്ട് ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻ്റ് ഇടുക. ഓക്കെ, ബൈ ദ വേ, അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തേക്ക് പോകാൻ പോവുകയാണ്. ഇച്ചിരി താമസിച്ചു പോയി. നേരത്തെ പോകണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ ഇറങ്ങി വന്നപ്പോൾ തന്നെ കുറച്ച് താമസിച്ചു. ഇതാണ് നമ്മുടെ ചെർക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം. രാവിലെ അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മൾ നേരെ അമ്പലത്തിനകത്തോട്ട് കടന്നു. ഇതിൻ്റെ പ്രാവൊക്കെ ഉണ്ടല്ലോ. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്കിലത്തെ കവാടം. അമ്പലത്തിൽ തൊഴുതിട്ട് ഞാൻ വെളിയിലിറങ്ങിയപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടൊരു വെച്ചുവാണിക്കട ഉണ്ട്. പെട്ടെന്ന് ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ പൊടി തട്ടി എണീറ്റു. എല്ലാം ഒന്ന് വാരിയെടുക്കാനാണ് തോന്നി ആദ്യം. പിന്നെ നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാറോ എല്ലാം മേടിച്ചേക്കാം എന്ന് വെച്ചു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയത് അമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ടാണ്. ഇതിനകത്ത് കുറേ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. നമ്മൾ മുമ്പേ കണ്ടത് ബാക്കിയാണ്. ചുവരെഴുത്തൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികളാണ്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.